ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ യാത്ര വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലൂടെയാണ്. വിയറ്റ്നാമിൽ വരുമ്പോൾ നോർത്ത് വിയറ്റ്നാമിലെ ഹാനോയിലും സാപ്പയിലും എല്ലാം തണുപ്പ് പ്രതീക്ഷിച്ചെങ്കിലും ഹൊയ്യാനിൽ വരെ നല്ല തണുപ്പായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി ഹോച്ചിമിൻ സിറ്റിയിലെത്തിയപ്പോൾ ഇവിടെ നല്ല ചൂട് എന്ന് പറഞ്ഞാൽ 26 ഡിഗ്രി ഒക്കെയാണ്. പക്ഷെ തണുപ്പിൽ നിന്ന് പെട്ടെന്ന് ചൂടിലേക്ക് വന്നപ്പോൾ നല്ല ചൂടായിട്ട് തോന്നുന്നു. ഹോച്ചിമിൻ സിറ്റിയിൽ ആദ്യം തന്നെ പോകുന്നത് കൂച്ചി ടണലിലേക്കാണ്. ഇപ്പോൾ ഞാൻ കൂച്ചി ടണലിന്റെ എൻട്രൻസിലാണ് ഉള്ളത്. ഇവിടെ കുറെ പഴയ വാർ എയർക്രാഫ്റ്റുകളൊക്കെ ഉണ്ട്. എൻ്റെ പിറകിൽ കാണുന്നത് MiG-21 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള എയർക്രാഫ്റ്റുകളും കൂച്ചി ടണലും ഒക്കെ കണ്ടിട്ട് വരാം. സോവിയറ്റ് യൂണിയനിൽ ഡിസൈൻ ചെയ്ത സൂപ്പർ സോണിക് ജെറ്റ് ഫൈറ്ററാണ് മിഖോയൻ ഗുരേവിച്ച് എന്ന MiG-21. വിയറ്റ്നാം യുദ്ധവിജയത്തിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത MiG-21 ഫൈറ്റർ ജെറ്റുകൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. 1955 ഡിസൈൻ ചെയ്ത ഈ ജെറ്റ് ഫൈറ്റർ ഇപ്പോഴും പല രാജ്യങ്ങളും ഉപയോഗിച്ചു പോരുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും കാർഗിൽ യുദ്ധത്തിലുമെല്ലാം MiG-21 ഉപയോഗിച്ചിട്ടുണ്ട്. വിയറ്റ്നാം യുദ്ധത്തിൽ ഉപയോഗിച്ച വാഹനങ്ങളും ഫൈറ്റർ ജെറ്റുകളും ഹെലികോപ്റ്ററുകളുമെല്ലാം ഇവിടെയുള്ള വാർ മെമ്മോറിയൽ പാർക്കിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ചില യുദ്ധവിമാനങ്ങളും ടാങ്കറുകളും US എയർഫോഴ്സിൽ നിന്നും പിടിച്ചെടുത്തതാണ്. ഓരോ ടാങ്കറുകളുടെയും വിമാനങ്ങളുടെയും ഡീറ്റെയിൽസ് അതിന്റെ മുന്നിലുള്ള ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂച്ചി ടണൽ കൂടാതെ ഷൂട്ടിംഗ് റേഞ്ച്, സൈഗോൺ നദിയിലൂടെയുള്ള കയാക്കിംഗ്, ബോട്ടിംഗ് എന്നിങ്ങനെ പല എന്റർടൈനിങ് ഫെസിലിറ്റീസും ഇവിടെയുണ്ട്. അതിന് വേറെ തന്നെ ടിക്കറ്റ് എടുക്കണം. യുദ്ധത്തിൽ ഈ ഭാഗങ്ങളിൽ പതിച്ച ഷെല്ലുകളും മിസൈലുകളും ബോംബുകളുടെയും മൈനുകളുടെയും അവശിഷ്ടങ്ങളുമെല്ലാം ഇവിടെ ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്നു. കൂച്ചി ടണലിലേക്കുള്ള നടത്തം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. നിശ്ചിത ഇടവേളകളിൽ ഗൈഡിന്റെ കൂടെ മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. കാട്ടിലൂടെയുള്ള കുറച്ചു നേരത്തെ നടത്തത്തിന് ശേഷം ഈ പവലിയനിലെത്തി. The peaceful fertile land on the left hand of Saigon River, immense with its gentle waters, fronting the waves night and day. കൂച്ചി ടണലിനെയും വിയറ്റ്നാം യുദ്ധത്തെയും കുറിച്ചുള്ള ഈ വീഡിയോ കണ്ടതിന് ശേഷമേ ടണലിലേക്ക് പോകൂ. Look, that's one the model tunnel system under that. The tunnel have to 3 level. 1, 2, 3. The first one 3 meter deep, second one 6 meter, the first one about 8 to 10 meter. And between 2 level, if the door hit a very narrow, when we size small, go down very good. US may be smaller, cannot go down. So sometimes the tunnel system to get out of the Saigon River. Under that water well about 15 meter deep have the water. It's a shock hole. And that's one the bamboo bucket. Bamboo bucket to make the tunnel made the soil put inside near the river, put in the river. കൂച്ചി ടണലിന്റെ ചെറിയൊരു മോഡലാണിത്. മീറ്റിംഗ് റൂമുകളും അടുക്കളയും കിണറും വരെ ഇതിനകത്തുണ്ട്. ഇതെല്ലാം തുരങ്കത്തിലേക്ക് വായു കടക്കാനായി നിർമ്മിച്ചതാണ്. കാട്ടിന് നടുവിൽ ഇങ്ങനെ ഒരു തുരങ്കമുണ്ടെന്ന് മനസ്സിലാവാത്ത വിധത്തിലാണ് ടണലിലേക്കുള്ള എൻട്രൻസ്. You move inside. The first you turn right. You turn right 3 meters. You turn left, you inside the bunker. You look anywhere. Later you end up over there. ഇനി ഞാൻ തുരങ്കത്തിലേക്ക് ഇറങ്ങുകയാണ്. വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലെ കൂച്ചി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തുരങ്കം ഏകദേശം വിയറ്റ്നാം മുഴുവനായി വ്യാപിച്ചു കിടക്കുന്ന മറ്റു തുരങ്കങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ടണൽ ശൃംഖലയുടെ ഭാഗമാണ്. വിയറ്റ്നാം യുദ്ധസമയത്ത് നിരവധി സൈനിക നീക്കങ്ങളുടെ പ്ലാൻ ചെയ്തിരുന്നത് ഇവിടെ വെച്ചായിരുന്നു. ഇതിനകത്ത് നിവർന്നു നടക്കാനൊന്നും പറ്റില്ല. വിയറ്റ്കോങ് സൈനികർ യുദ്ധസമയത്ത് ഒളിത്താവളങ്ങളായും
ആശയവിനിമയം, വിതരണ റൂട്ടുകൾ, ആശുപത്രി, ഭക്ഷണ ആയുധ സംഭരണി, വിയറ്റ്നാമീസ് പോരാളികൾക്കുള്ള ലിവിംഗ് ക്വാർട്ടേഴ്സ് എന്നിവയായും ഈ തുരങ്കങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഈ ടണലിന് അധികം നീളമില്ല. വൈകാതെ തന്നെ മറ്റേ അറ്റത്തെത്തി. അവിടെയും മൂടി തുറന്നു വേണം പുറത്തേക്ക് ഇറങ്ങാൻ. തുരങ്കത്തിനകത്തുണ്ടായിരുന്ന ട്രാപ്പിന്റെ മോഡലാണിത്. ട്രാപ്പാണെന്നറിയാതെ ഇതിനു മുകളിൽ കയറുന്ന ശത്രു സൈനികർ ട്രാപ്പിനകത്തെ കൂർത്ത കുന്തമുനകളിലേക്കാണ് പതിക്കുക. തകർന്നുപോയ തുരങ്കത്തിന്റെ ഭാഗങ്ങൾ. 250 കിലോമീറ്റർ നീളമുണ്ടായിരുന്ന കൂച്ചി ടണലിന്റെ ചില ഭാഗങ്ങൾ അമേരിക്കൻ ബോംബാക്രമണത്തിൽ തകർന്നു പോയെങ്കിലും 121 കിലോമീറ്റർ ടണൽ വിയറ്റ്നാം ഗവൺമെന്റ് സംരക്ഷിച്ചു പോരുന്നു. ബോംബ് പതിച്ചുണ്ടായ ഗർത്തമാണിത്. ഇനി അടുത്ത തുരങ്കത്തിലേക്ക്. Yeah, turn right, 5 meters long. Very easy for you. ഇവിടെ വരുന്ന എല്ലാ പ്രായത്തിലുള്ളവർക്കും ട്രൈ ചെയ്യാവുന്ന 5 മീറ്റർ മാത്രം നീളമുള്ള നിവർന്ന് നടക്കാവുന്ന ചെറിയൊരു ടണലാണിത്. ഈ ടണൽ വിനോദസഞ്ചാരികളുടെ സൗകര്യാർത്ഥം പിന്നീട് ഇത്രയും വിശാലമാക്കിയതാണ്. ഇനി ഇന്നത്തെ ലാസ്റ്റ് ടണലിലേക്ക്. About 10 meters long. Go up the big room, the meeting room, for you to take the picture, and you then up over there. If you tired, if you fight, you strong. You follow me. Continue the long way. Are you okay? Are you ready? Now follow me, please. മീറ്റിംഗ് റൂം ഒക്കെയുള്ള ഈ ടണൽ നമ്മൾ ഇന്ന് പോകുന്നതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയതാണ്. ആദ്യ ഭാഗങ്ങളിൽ കുഞ്ഞു നടക്കണം. അങ്ങനെ നടന്ന് മീറ്റിംഗ് റൂമിലെത്തി. വിയറ്റ്കോങ് നേതാക്കൾ മീറ്റിംഗ് നടത്തുന്നതിന്റെ മോഡൽ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് വവ്വാലുകളാണ് താമസമാക്കിയിട്ടുള്ളത്. ഇനി അങ്ങോട്ട് മുട്ടിലിഴഞ്ഞു വേണം പോകാൻ. ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് ഉണ്ടെങ്കിലും നല്ല ഇരുട്ടാണ്. അമേരിക്കൻ സേനയോടുള്ള വിയറ്റ്കോങ്ങിന്റെ ചെറുത്തുനിൽപ്പിന് ഈ തുരങ്ക സംവിധാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഒപ്പം വർദ്ധിച്ചു വരുന്ന അമേരിക്കൻ സൈനിക നീക്കങ്ങളെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്തു. അമേരിക്കൻ സേനയ്ക്ക് വളരെയധികം തലവേദന നൽകിയ ഈ തുരങ്കത്തിൽ പ്രവേശിക്കുന്ന ശത്രു സൈനികരെ വീഴ്ത്താനായി നിരവധി ട്രാപ്പുകളും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വിയറ്റ്നാം യുദ്ധകാലത്ത് സൈനികർ പകൽ സമയം മുഴുവൻ ഈ തുരങ്കത്തിൽ കഴിഞ്ഞുകൂടി രാത്രിയിലാണ് ഫുഡ് സപ്ലൈക്കും മറ്റുമായി പുറത്തിറങ്ങുക. പാമ്പുകളും മറ്റു ക്ഷുദ്രജീവികളും ഒക്കെയായി വളരെ ദുഷ്കരമായിരുന്നു വായുസഞ്ചാരം കുറഞ്ഞ ടണലുകളിലെ ജീവിതം. അങ്ങനെ ടണലിന്റെ പുറത്തെത്താറായി. ഇനി നമ്മൾ യുദ്ധകാലത്ത് ടണലിലെ കിച്ചണിൽ പാചകം ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്ന ടൈപ്പ് കപ്പയാണ് കഴിക്കാൻ പോകുന്നത്. പുഴുങ്ങിയ കപ്പ നിലക്കടലപ്പൊടിയിൽ മുക്കിയാണ് കഴിക്കുന്നത്. ഇതെല്ലാം വിവിധ തരം ട്രാപ്പുകളുടെ മോഡലുകളാണ്. കൂച്ചി ടണൽ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായുള്ള സോവനീർ വാങ്ങാൻ പറ്റിയ ചെറിയൊരു സോവനീർ ഷോപ്പ്. വിയറ്റ്നാം യുദ്ധവിജയത്തിൽ നിർണായക പങ്കുവഹിച്ച കൂച്ചി ടണലിലേക്കുള്ള എൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വിയറ്റ്നാമിലെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം.